കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്നില്ല സൗരമാർഗ കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹം വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് ഇപ്രകാരം കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം കൃപ നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് നമ്മൾ ചിന്താവിഷയമായി അതിനു മുമ്പ് ധ്യാനിച്ച് പോകുന്നത്. 1-ാം അധ്യായം ഏറെക്കുറെ നമ്മൾ പൂർത്തീകരിച്ചിട്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കർത്താവിൻ്റെ ദാസന് കടന്നു വരുവാനിടയായത്. വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. കർത്താവ് അനുവദിച്ചാൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ തുടർന്നുള്ള അധ്യായങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം. അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് അതിൻ്റെ കുറിവാക്യമായിട്ട് അതിനെ കാണുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ എല്ലാം രത്നചുരുക്കം എന്ന് പറയുന്നതും 8-ാം വാക്യം തന്നെയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ ദൈവത്തിൻ്റെ ശക്തി ആർജിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി അവരെങ്ങനെ മാറി എന്നുള്ളതിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ആദിമസഭയുടെ ആരാധനാക്രമങ്ങൾ, അവർ അനുവർത്തിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അവർ മുറുകെ പിടിച്ച ദൈവവചനത്തിൻ്റെ ഉപദേശം എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പ്രവൃത്തികളുടെ പുസ്തകം. അതിനെക്കുറിച്ചുള്ള മുഖവുരയും 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ധ്യാനിപ്പാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ചിന്തയായി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ പുസ്തകങ്ങൾ നമ്മൾ ചരിത്രപരമായ ഒരു അവലോകനം നടത്തുമ്പോൾ തന്നെ ഉപദേശപരമായ ചില വിഷയങ്ങളിലേക്ക് നമുക്ക് അതിൽ നിന്ന് വീണ്ടും നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ നമുക്കിടയാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട അനവധിയായ ദൈവീയ സന്ദേശങ്ങളും ഇതിനുള്ളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോടത് സംസാരിക്കുന്നു. അത് തിരുവെഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു. അതിലെ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ അവർ മറ്റൊരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, ദൈവഹിതം അറിയുവാൻ വേണ്ടി അവർ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു വിഷയമാണ്, എങ്ങനെയായിരിക്കാം ഹൗ ടു നോ ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹിതം എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇത് ദൈവഹിതമാണോ, ദൈവ ഇഷ്ടമാണോ എന്നറിയാനുള്ള ഒരു വഴി എന്താണ്? ഇവിടെ യൂദായുടെ സ്ഥാനത്ത് മറ്റൊരാളെ തിരഞ്ഞെടുക്കുവാൻ അവർ ഉപയോഗിച്ച 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞാണ് നമ്മൾ ആ ചിന്ത അവസാനിപ്പിച്ചത്. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതിൽ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചിലാമുഖമായി നമ്മുടെ ഒടുവിൽ ധ്യാനിച്ച് നിർത്തി ചില ഭാഗങ്ങൾ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 16 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർക്ക് ദൈവവചനത്താൽ, ദൈവവചനത്തിൻ്റെ ചില ഉദ്ധരണികൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ജനറൽ ലീഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ പൊതുവായ ഒരു നിയോഗം അവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരാളെ തിരഞ്ഞെടുക്കുവാനുള്ള പൊതുവായ ഒരു നിയോഗം അവർക്ക് തിരുവെഴുത്തിലൂടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ എണ്ണപ്പെടണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവര് കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിത്തീരണം. അപ്പോൾ ചില യോഗ്യതകളുണ്ട്. കർത്താവിനോടൊപ്പം സഞ്ചരിച്ചവരായിരിക്കണം. അപ്പോസ്തലന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് ഇതര ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവർക്ക് ലഭ്യമായ അറിവനുസരിച്ച്, അവരുടെ കോമൺ സെൻസിൽ
ഈ വ്യക്തിക്ക് പകരം ഒരാളായിരിക്കണം എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ തിരുവഴുത്തിലൂടെ അവർക്ക് ലഭിച്ചതായൊരു ലീഡിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്കറിയാം അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തൊരാൾ വരണമെങ്കിൽ കോമൺ ആയിട്ട് അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യങ്ങൾ അവരെ നയിക്കുന്നുണ്ട്. മൂന്നാമത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് അവരെന്ത് ചെയ്തു? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 23-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 24-ാം വാക്യത്തിൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്തു, ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഒരാളെ 2 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം മാത്രമാണ്. അപ്പോൾ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയി ഈ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിൻ്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് നീ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്നറിയേണ്ടതിന് അവർ പ്രാർത്ഥിക്കുന്നു. ഒടുവിലായി അവർ അവർക്കായി ചീട്ടിടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ചീട്ടിടുക എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് 2-ാം അധ്യായത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ എങ്ങും നമ്മൾ കാണുന്നില്ല. പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളിലോ ഒന്നും അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് പിന്നീട് ആവർത്തിക്കപ്പെടുന്നില്ല. അതിന് വേദചിന്തകന്മാർ നൽകുന്ന ഒരു വിശദീകരണം, പരിശുദ്ധാത്മാവ് തന്നെ ജനത്തിൻ്റെ മേൽ ദൈവം പകർന്നു കൊടുത്തപ്പോൾ സകല സത്യത്തിൽ അവരെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നതിന് ശേഷം പിന്നീട് അങ്ങനെ ഒരു ചീട്ടിടലിൻ്റെ ആവശ്യം വന്നില്ല എന്നാണ് ചിന്തകന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ദൈവവചന ഭാഗങ്ങൾ ചരിത്രപരമായി അവലോകനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇങ്ങനെയുള്ള അതിപ്രധാനമായ ചില കാര്യങ്ങളൂടെ ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ദൈവം നമ്മെ നയിക്കും എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോയാലും നിത്യമായ ദൈവത്തിൻ്റെ തിരുമൊഴികൾ അല്ലെങ്കിൽ നിത്യജീവന്റെ മൊഴികൾ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ ജീവിതത്തിനുടമയായി നമുക്ക് തുടരുവാൻ കഴിഞ്ഞാൽ ദൈവ നിയോഗത്താൽ നമ്മെ ഈ ഭൂമിയിൽ മുന്നോട്ട് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ ചിന്തകൊണ്ടാണ് നമ്മൾ 1-ാം അധ്യായം അവസാനിപ്പിച്ചത്. 2-ാം അധ്യായത്തിലേക്ക് നമുക്കിന്ന് രാത്രിയിൽ ഒന്നുകൂടി വന്ന് ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ഈ അധ്യായത്തെക്കുറിച്ച് പറയുമ്പോൾ ആമുഖമായി നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ മക്കൾ കാത്തിരുന്ന് ദൈവശക്തിയെ പ്രാപിച്ച ഒരധ്യായമാണ് 2-ാം അധ്യായം, ദൈവശക്തി. ഞാൻ ഈ ചിന്തകളുമായിട്ടെല്ലാം ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിലൂടെ ഈ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പഠന വിഷയമായി അപ്പോസ്തല പ്രവൃത്തികൾ വീണ്ടും നമ്മൾ എടുത്തതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ധ്യാനങ്ങളും പ്രാർത്ഥനകളിലും പഠനങ്ങളിലുമെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് പല കാര്യങ്ങളും ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായ ഒരു കർത്താവിൻ്റെ ദാസരി കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് എടുത്ത ഒരു സന്ദേശം വളരെ ആധികാരികമായി ദൈവത്തിൽ നിന്ന് ഓർപ്പിച്ച ചില കാര്യങ്ങൾ ഈ കാലത്തിൽ വളരെ പ്രസക്തമായ അതിൻ്റെ 1-2 ചിന്തകൾ ഇതിൻ്റെ ആമുഖമായി പറഞ്ഞിട്ട് ഞാൻ ഈ അധ്യായത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവശക്തി 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. മനുഷ്യൻ എപ്പോഴും ഒരു സൂപ്പർമാൻ ആകുവാൻ അല്ലെങ്കിൽ സൂപ്പർ പവർ ആകുവാനുള്ള വ്യഗ്രത മനുഷ്യനുണ്ട്. ലോകത്തിൻ്റെ പല ഇസങ്ങൾ അല്ലെങ്കിൽ പല ആശയങ്ങൾ ആ നിലയ്ക്ക് ഉടലെടുത്തിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് വലിയ മനുഷ്യരായി തീരുവാൻ അല്ലെങ്കിൽ ശക്തി ആർജിച്ച് വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് ധാരാളം ആശയങ്ങൾ ലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ആശയങ്ങൾ ധാരാളം പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് അടിസ്ഥാനമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതൊന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യൻ സ്വയമായി അവൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ ഏകീകരിക്കുവാനായിട്ട് സാധിച്ചാൽ
അവൻ അമാനുഷികമായ കഴിവുണ്ടാകുമെന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ലോകത്തിൽ പലയിടങ്ങളിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്ന പരിശുദ്ധാത്മ ശക്തി അതല്ല. ഇവിടെ പറയുന്ന ദൈവശക്തിയെ നമ്മൾ വിവക്ഷിക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സൂപ്പർമാനായി ഒരു മറ്റുള്ളവരെക്കാൾ എല്ലാം ഒരു അതീതനായി തീരുന്ന ഒരു സ്ഥിതിയെക്കുറിച്ചല്ല ബൈബിൾ ദൈവശക്തി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ അമാനുഷികരായി മാറിയെന്നൊന്നും നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ എവിടെയും കാണുവാൻ കഴിയുന്നില്ല. അവർ സാധാരണ മനുഷ്യരെ പോലെ മനുഷ്യരുടെ ഇടയിൽ പാർത്തുകൊണ്ട് ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അവരിലൂടെ ജനം തിരിച്ചറിഞ്ഞുവെന്നാണ്, അല്ലെങ്കിൽ അനുഭവിച്ചുവെന്നാണ് പ്രവൃത്തിയുടെ പുസ്തകം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവശക്തി നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ആത്മീയ ലോകത്തിൽ കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളൂടെ അതിനോട് ചേർന്ന് കർത്തദാസൻ വിവരിക്കുകയുണ്ടായത് വളരെ നമ്മൾ ചിന്തനീയമായ ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ കേട്ട് കാണും, ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നൊരു വാക്ക് ഈ ദിവസങ്ങളെല്ലാം ആത്മീയ ലോകത്തിൽ സജീവമാണ്. ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ശക്തിയെ പകർന്നു കൊടുക്കുന്ന അനുഭവം. എന്നാൽ ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഭവമായിട്ടല്ല ദൈവശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെയൊക്കെ പ്രതിഭാസങ്ങളിൽ, പല ആത്മീയ പ്രതിഭാസങ്ങളിലും അങ്ങനെയുള്ളതായ വിശകലനങ്ങളും ദൈവശാസ്ത്രങ്ങളും ഒക്കെ രൂപപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, നിങ്ങളിങ്ങ് വന്നാൽ മതി, ഞാനിത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ഇമ്പാർട്ടേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ അവർ കൊടുക്കുന്നൊരു വേർഡ്. എന്നാൽ അങ്ങനെ ഒരു പ്രതിഭാസം ആത്മീയ ലോകത്തിൽ ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ദൈവശക്തി അവർ പ്രാപിച്ചത്? നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, 1-ാം അധ്യായം അതിൻ്റെ ആമുഖമായി നമ്മൾ പഠിച്ചപ്പോഴെല്ലാം നമ്മൾ കണ്ടത് പ്രാർത്ഥനയോടെ ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നവരുടെ മേലാണ് ദൈവം തൻ്റെ ശക്തി പകർന്നു. എന്നാൽ ഇന്ന് അതിനൊക്കെ വിരുദ്ധമായി പൊടുന്നനവേ നമുക്കറിയാം, എല്ലാം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വ്യഗ്രത മനുഷ്യരിലുണ്ട്. ആത്മീയ ലോകത്തിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂടിവരവുകളിൽ ഒരുവനിൽ നിന്ന് ഒരുവനിലേക്ക് ഇത് ഇമ്പാർട്ട് ചെയ്യുന്നു, എല്ലാവരും ഇങ്ങ് ഓടി വന്നാൽ മതി, ഞാനിത് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന പ്രതിഭാസങ്ങളാണ് ഇന്ന് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവസന്നിധി താണിരിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ദൈവവചനത്തിൽ നിലനിൽക്കുന്നതിലുമാണ് ഒരു ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് താണിരിക്കുകയും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുകയും പ്രാർത്ഥനയിൽ തുടരുകയും ചെയ്തൊരു ദൈവവൈതലാണ് ദൈവത്തിൻ്റെ ശക്തി ലഭ്യമാകുന്നതെന്നാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിച്ച ഏറ്റവും വലിയ സന്ദേശം. ദൈവത്തിന് സ്തുതി. അത് നാം മറന്നു പോകരുത്. അതിൻ്റെ കാരണമായി ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മശക്തിയെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങളും വ്യത്യസ്ത നിലയിലുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഉരുത്തിരിയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവശക്തിക്കായി കാത്തിരിക്കാതെ ക്ഷമയില്, സഹിഷ്ണുതയില്, താഴ്മയില്, പ്രാർത്ഥനയില്, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതില്, ദൈവവചനത്തിൽ നിലനിൽക്കുന്നതിലൊക്കെയാണ് ദൈവശക്തി ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണിച്ചു തരുന്ന ദൈവശക്തി എന്ന് പറയുന്നത്. കേവലം ഒരു അമാനുഷികമായ നിലയിലെത്തിയിട്ട് അത്ഭുതങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും പിറകാലെ ഓടി നടക്കുന്ന ഒരു കൂട്ടമായിട്ടല്ല, മറിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി മാറുക. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പ്രസക്തിയില്ലെന്നല്ല, അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓരോ അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോഴും നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ ദാസന്മാർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം അടയാളങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നുള്ള വാക്ക് രണ്ടും കൂടെ ചേർത്താണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പലയിടങ്ങളിൽ ഒരു 7-8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് പറയാൻ കാരണം, അത്ഭുതങ്ങൾ എപ്പോഴും അടയാളങ്ങളായിരിക്കണം. എന്തിൻ്റെ അടയാളമായിരിക്കണം? ദൈവ ഉദ്ദേശം നിവർത്തിക്കുന്നതിൻ്റെ അടയാളമായി മാറണം. എന്താണ് ദൈവ ഉദ്ദേശം? ഒരാൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ ആ സൗഖ്യത്തിലൂടെ അവൻ കർത്താവിൻ്റെ സ്നേഹത്തെയാണ് അറിയേണ്ടത്, അവൻ ദൈവകൃപയാണ് തിരിച്ചറിയേണ്ടത്, അവൻ ദൈവസന്നിധിയോട് ഒരുപടി അടുക്കുകയാണ് വേണ്ടത്. ഈ അടയാളമായാണ് അത്ഭുതങ്ങളെ നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അതൊന്നുകൂടെ വിശദമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് ചേർത്താണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 7-8 പ്രാവശ്യം ഓർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് മടങ്ങി വരാം. ദൈവശക്തിയെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ
ചില ചിന്തകളൂടെ ഓർപ്പിച്ചു എന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലോകത്തിൻ്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി, അമാനുഷികരാകുവാനുള്ള ചിന്താഗതികൾക്ക് വ്യത്യസ്തമായി, ദൈവസന്നിധിയിലുള്ള താഴ്മയിലും സൗമ്യതയിലും, അതൊരുപക്ഷെ ലോകം വിലമതിക്കുന്നതാകണമെന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നിധി താണിരിക്കുമ്പോൾ ദൈവം നമ്മിൽ പകരുന്ന ദൈവശക്തിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത്, ഒന്ന് രണ്ട് വാക്യങ്ങൾ ശബ്ദകീർത്തി ഒന്ന് വായിച്ചാട്ടെ. അടുത്ത വാക്യം. പെന്തക്കോസ്ത് നാളിലെ ഈ അനുഭവത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഇന്ന് രാത്രി ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് ഈ രണ്ടാം അധ്യായം. ഇവിടെ പെന്തക്കോസ്ത് നാളിലെ ഈ അനുഭവം കേവലം ആ ദിവസത്തെ ഒരു പ്രധാന പ്രതിഭാസമായി മാത്രമല്ല, ഈ അധ്യായം മുഴുവനും പഠിക്കുമ്പോൾ അതൊരു വാഗ്ദത്ത നിവൃത്തിയാണെന്ന് സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ കാണുന്ന അന്ത്യകാലത്ത് പകരപ്പെടുന്ന ദൈവാത്മാവിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണിതെന്ന് പത്രോസ് പിന്നീട് തൻ്റെ പ്രസംഗത്തിൽ അത് വളരെ സ്പഷ്ടമായിട്ട് അതിനെക്കുറിച്ച് ഉറപ്പിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, യോഹന്നാന്റെ സാക്ഷ്യം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് ശബ്ദയുയർത്തി വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു സാക്ഷ്യമാണിത്. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ യോഹന്നാന്റെ സാക്ഷ്യമാണ് നമുക്കിവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതൊരു വാഗ്ദത്ത നിവൃത്തിയാണ്. ഒരു പ്രത്യേക പ്രതിഭാസമായി അന്ന് നടന്നതല്ല, മറിച്ച് പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തൊരു വാഗ്ദത്ത നിവൃത്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കിത് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ, യോഹന്നാൻ സ്നാപകൻ സാക്ഷിച്ച, പഴയ നിയമത്തിലെ യോവേൽ പ്രവാചകൻ പ്രവചിച്ച തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നു വാസ്തവത്തിൽ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. ധാരാളം തിരുവെഴുത്തുകൾ അതിനോട് ചേർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിയായി പെന്തക്കോസ്ത് നാളിനെ കുറിച്ച് പ്രാരംഭ ക്ലാസ്സുകളിൽ ഞാൻ അക്കാര്യം ഓർപ്പിച്ചതുകൊണ്ട് ആ നാളിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഓർപ്പിക്കുവാൻ പിന്നെയും സമയം എടുക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. അവിടെ കൂടിയിരുന്നവർക്കുണ്ടായ അനുഭവം. അവർ കൂടിയിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടിവരവുകളിൽ കൂട്ടായ്മകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, കഴിഞ്ഞ നാളുകളിലെ ജീവിതാനുഭവം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവജനം ഒരുമിച്ച് കൂടി വരുന്ന കൂട്ടായ്മയ്ക്ക് പ്രാധാന്യമുണ്ട്. ദൈവസന്നിധിയിൽ ഒന്നിച്ച് കൂടി വരുന്നതിൻ്റെ സന്തോഷവും ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ സുപ്രധാനമായ പല തീരുമാനങ്ങൾ, ദൈവസന്നിധിയിൽ പല പോരാട്ടങ്ങളുടെയും നടുവിൽ നമുക്ക് മുന്നേറുവാൻ സാധിച്ച പല ആത്മീയ ദൂതുകൾ അല്ല, ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകളൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കിയ അനുഭവങ്ങൾ നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നിറഞ്ഞതാണ്
ദൈവമക്കളുടെ കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. വെറുമൊരു സംഗമം എന്നതിനേക്കാൾ ഉപരിയായി ദൈവജനത്തിന്റെ ഒരുമിച്ചുള്ള കൂടിവരവ്, ഫെലോഷിപ്പ് എന്നുള്ള പദം നമ്മൾ 1-ാം അധ്യായത്തിൽ ഓർപ്പിച്ച പദമാണ്. ആ കൊയിനോനിയ, ആ കൂട്ടായ്മ എന്ന് പറയുന്നത് കേവലം ഒരു സംഗമം എന്നുള്ളതിനേക്കാൾ ഉപരിയായി വളരെ അർത്ഥവത്തായ ആഴമായ ആത്മീയ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കൂട്ടായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ആ കൂട്ടായ്മ അനുഭവത്തിൽ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ കൂട്ടായ്മയിൽ അവരിരുന്ന വീട് മുഴുവൻ നിറച്ചതൊരു സാദൃശ്യമായി പറഞ്ഞിരിക്കുന്നു. 2-3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. 2-3 അടയാളങ്ങളാണ്. ഒന്ന്, കാറ്റടിക്കുന്നത് പോലെ, അതുപോലെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. 3 അടയാളങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കാറ്റ് പരിശുദ്ധാത്മാവിന് സാദൃശ്യമായി കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അഗ്നി എന്നുള്ളത് അതേ ശുദ്ധീകരണത്തെ കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പല സാദൃശ്യങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ നമുക്കതോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രായോഗികമായി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവീയ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. 2, അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ദൈവസന്നിധിയിൽ വരുന്ന ഓരോ വ്യക്തിക്കും ചില ആത്മീയ അനുഭവങ്ങൾ അതേ പ്രാപിക്കുവാനുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളിലും അപ്രകാരം കടന്നു വന്ന് ദൈവവചന പഠനത്തിലായിരുന്നാലും, കൂട്ടായ്മയിലായിരുന്നാലും, ഉപവാസ പ്രാർത്ഥനകളായിരുന്നാലും, സാധാരണ നമ്മുടെ മീറ്റിങ്ങുകൾ ഏതു തന്നെ ആയിരുന്നാലും ദൈവസന്നിധിയിൽ നമ്മൾ കൂടി വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആത്മീയ അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ കൂട്ടി വരുത്തുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞാൻ വേഗം ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് താഴോട്ട് നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ നിറവ് അഥവാ ആത്മസ്നാനം, അത് 1-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു പദമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഏറിയ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം. ഈ ആത്മീയ അനുഭവത്തെക്കുറിച്ചുള്ള പല ചിന്താതികൾ നമ്മളുടെ ഇടയിലുണ്ടെങ്കിലും വേർപെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ അനുഭവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാപിച്ച ദൈവശക്തി, അതായത് അവർ നേരത്തെ തന്നെ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. അവരുടെ പേര് സ്വർഗത്തിൽ അവരുടെ പേര് എഴുതപ്പെട്ടവരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നവർ വിശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച് അവർ കർത്താവിൻ്റെ മക്കളായി തീർന്ന് വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് ജീവിതം നയിച്ച ശിഷ്യന്മാരുടെ മേലാണ് ഈ പരിശുദ്ധാത്മ സ്നാനം ഒരു 2-ാം അനുഭവമായിട്ട്, രണ്ടാമതുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ പ്രധാന ചിന്ത അതാണ്. 2-ാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് വീണ്ടും ജനനത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാവുന്ന, സ്വയം അറിയാവുന്ന ഒരു അനുഭവമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനനത്തിൽ നമുക്കറിയാം കർത്താവിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മളിൽ ക്രിയ ചെയ്തിട്ടാണ് നമ്മെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ആ അനുഭവത്തിൽ മാത്രം തുടരുന്നവരായിട്ടല്ല പെന്തക്കോസ്ത് നാളിലെ അനുഭവം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് അനുഭവഭേദ്യമാകുന്ന 2-ാമതൊരു അനുഭവമായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മ നിറവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ഈ അനുഭവത്തിൽ പരിശുദ്ധാത്മ നിറവുണ്ടാകുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. 4-ാമത് നമ്മൾ ആ കാര്യം വായിച്ചപ്പോൾ ആ വാക്യത്തിലെ ചില പോയിന്റ്സാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഈ സമയത്ത് പ്രത്യക്ഷമായ അടയാളം ഓരോ വ്യക്തിയിലും കാണപ്പെടുന്നുണ്ട്. പ്രത്യക്ഷമായൊരു അടയാളം ഓരോ വ്യക്തിയിലും. ഒരുപക്ഷെ പ്രകൃതിയിൽ അല്ലെങ്കിൽ അവരുടെ അന്തരീക്ഷത്തിൽ ചില അടയാളങ്ങൾ അവർ കണ്ടു കാണാം.
എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വ്യക്തിയിലും ഈ പരിശുദ്ധാത്മ നിറവുണ്ടായപ്പോൾ പ്രത്യക്ഷമായ ഒരു അടയാളം വ്യക്തമായി കാണപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, അവിടെ എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യത്തിന്റെ 8-ാം വാക്യം കൂടെ അതിനോട് ചേർന്നൊന്ന് വായിച്ച് 2-ന്റെ 8 വായിക്കുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്, സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കും. അപ്പോൾ അന്യഭാഷയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഏകദേശം 10-18 ഭാഷക്കാർ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അവരെ ഉണ്ടായിരുന്നുണ്ട്. ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. 15 വിധ ഭാഷകളുടെ കൂട്ടത്തിലുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സാധാരണക്കാരായ ഗലീലക്കാരായ ആളുകൾ ഈ 10-15 ദേശത്തു നിന്ന് വന്നവരുടെ ഭാഷകളിൽ അവർ സംസാരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. സംസാരിച്ചത് കേട്ടപ്പോൾ അവർ അത്ഭുതം നിറഞ്ഞവരായി തീർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, ആ ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 6-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട്, അപ്പോൾ ഈ 10-15 ഭാഷക്കാർ അവരവരുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ആ സംസാരിച്ച ഭാഷ ഈ കൂടി വന്നവരുടെ ഭാഷകളിലാണ്. ആ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അവർ എന്ത് ചെയ്തു? അമ്പരന്നു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തതൂടെ എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. നോക്കുക, അപ്പോൾ ഈ സംസാരിക്കുന്നവർ ഗലീലക്കാരാണ്, സാധാരണക്കാരായ. ഗലീല എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും പട്ടിണി നിറഞ്ഞ ഒരു സ്ഥലമാണ്. യഹൂദിയിൽ നിന്നൊക്കെ ഈ ഗലീലയിലോട്ട് പോയ ആളുകൾ പട്ടിണി കൊണ്ട് ഓടിപ്പോയവരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും വികസനം കുറവുള്ളൊരു പ്രദേശമാണ് ഈ ഗലീല. നല്ല വിദ്യാഭ്യാസമോ ഭാഷ പഠിക്കാനുള്ള ജ്ഞാനമോ കഴിവോ ഒന്നുമുള്ളവരല്ല ഈ ഗലീലക്കാരെന്ന് അവിടെ പറയുന്നതിൻ്റെ സാരം. അവർ വളരെ എല്ലാ കാര്യത്തിലും അവർ പുറകോട്ടുള്ളവരായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ച് നോക്കുക, ഇവിടെ കൂടി വന്ന ജനത്തിൻ്റെ ഭാഷ 10-15 ദേശക്കാരവിടെ വന്നിട്ടുണ്ട്. ആ ദേശക്കാരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ അവരെല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? മതി, ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-18 ലിസ്റ്റുകൾ അല്ലെങ്കിൽ 10-15 ദേശക്കാരുടെ വിവരണം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. 13-ാം വാക്യം, മറ്റു ചിലർ. ആ മറ്റു ചിലർ എന്ന് പറഞ്ഞിരിക്കുന്ന യഹൂദിയിൽ നിന്ന് തന്നെ ഉള്ളവരാണെന്നാണ് പറയുന്നത്. യഹൂദിയിൽ നിന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റു ചിലർ അവരെന്ത് ചെയ്തു? അവർ പരിഹസിച്ചു. അപ്പൊ അവർക്ക് ഈ ഭാഷ മനസ്സിലാകുന്നില്ല. ഈ ഭാഷ മനസ്സിലാകാത്തതായിട്ട് അവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് യഹൂദിയ ദേശത്തുള്ളവരാണ്. ഈ പല ദേശക്കാരായിട്ട് അവിടെ വന്നവരുടെ ഭാഷകളിലാണ് ഈ അന്യഭാഷയിൽ സംസാരിച്ച് ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ആ ഭാഷയൊന്നും യഹൂദിയിൽ താമസിക്കുന്ന യഹൂദിയ ജനങ്ങൾക്കറിയത്തില്ല. അവർക്ക് കേൾക്കുമ്പോൾ അവർക്കിത് തിരിയാതിരുന്നു, അവർക്ക് മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് അവർ പറഞ്ഞത്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ. അപ്പോൾ മറ്റു ചിലരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന യഹൂദിനെ കുറിച്ചാണ്. അവർക്ക് മറ്റു രാജ്യങ്ങളുടെ ഭാഷകൾ അവർക്കറിയാത്തത് കൊണ്ട് അവരവരെ പരിഹസിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ അനുഭവത്തെ, ഈ 120 പേർക്കുണ്ടായ അനുഭവത്തെ പരിശുദ്ധാത്മ സ്നാനം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ 11-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നോക്കിയേ. 1-2 പദങ്ങൾ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 11-ന്റെ 16-ാം വാക്യം കൊണ്ട് നോക്കിയാട്ടെ. 11-ന്റെ 16 അപ്പോസ്തല പ്രവൃത്തിയിലും അത് ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. 11-ാം അധ്യായത്തിലെ സന്ദർഭം നമുക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കും. അപ്പം ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മ സ്നാനം എന്നൊരു പദം അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. 1-ന്റെ 15-ലും 11-ന്റെ 16-ലും അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്
വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്കുണ്ടാകുന്ന ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തിരുവഴുത്തിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, പരിശുദ്ധാത്മ സ്നാനം അവർ പ്രാപിച്ച സാഹചര്യം എന്താണ്? വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയുടെയും മനസ്സൊരുക്കത്തിന്റെയും ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മ സ്നാനം അവർക്ക് ലഭ്യമായതെന്ന് 1-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ, ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടുകൂടെ ഇരുന്ന സമയത്ത് അവർ പ്രാപിച്ചതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് കാണുവാൻ കഴിയും. ആ ിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരുടെ ലിസ്റ്റും നമുക്ക് 1-ാം അധ്യായത്തിൽ വായിപ്പാൻ കഴിഞ്ഞു. ചില പേരുകൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിപ്പാൻ വിലക്കില്ലായിരുന്നു, അവകാശമുണ്ടായിരുന്നു. നമുക്കറിയാം, ആദിമ സഭകളിലെല്ലാം നമ്മുടെ കുടിവരവുകളിൽ ഈ ആത്മീയ അനുഭവത്തിനു വേണ്ടി ദാഹത്തോടെ, പ്രാർത്ഥനയോടെ, യാചനയോടെ, ശുദ്ധീകരണത്തോടെ അടുത്തു വന്ന ദൈവജനത്തിൻ്റെ മേൽ ദൈവം പകരുന്ന രണ്ടാമതൊരു അനുഭവമായിട്ടാണ് പരിശുദ്ധാത്മ സ്നാനത്തെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, പ്രാർത്ഥനയോടുകൂടെ, ദാഹത്തോടുകൂടെ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വീഞ്ഞുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമുക്കറിയാം, മദ്യപിക്കുന്ന ഒരാള് ആ മദ്യത്തിന്റെ ലഹരിയിൽ ആയിക്കഴിയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സുബോധം വിട്ട് പല കാര്യങ്ങൾ ഉച്ചരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ നിയന്ത്രണത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സ്വാഭാവിക ജീവിതത്തിൽ കാണാറുണ്ട്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവമക്കളായി നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായ അനുഭവം വ്യത്യസ്തമല്ല. ഒരു സാദൃശ്യം എന്നോണം നമുക്ക് ചിന്തിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ഉച്ചരിപ്പാൻ തരുന്ന വാക്കുകൾ സംസാരിച്ചൊരനുഭവം ഉണ്ടായിട്ടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേവലം നമ്മുടെ ബുദ്ധിക്കപ്പുറത്തായി ഒരു ലേഖനം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞ് നമ്മുടെ ബുദ്ധി അബലമായി തീരുന്നു, നമ്മുടെ ബുദ്ധിശക്തിക്ക് അപ്പുറത്തായി, നമ്മുടെ കഴിവുകൾക്കെല്ലാം അപ്പുറത്തായി പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ വിധേയത്വത്തിൽ നമ്മുടെ ജീവിതമായി തീരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉച്ചരിക്കുവാൻ നൽകുന്ന ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആമേൻ ദൈവസന്നിധിയിൽ സംസാരിക്കുകയും ചെയ്യുന്നതിനാണ് ഇവിടെ അന്യഭാഷ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അനുഭവത്തിനായി ദാഹത്തോടെ, പ്രാർത്ഥനയോടെ, യാചനയോടെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ച് ശുദ്ധീകരണത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവം നൽകുന്ന രണ്ടാമതുള്ളൊരു അനുഭവമായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മ സ്നാനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് നമ്മുടെ വിശ്വാസമാണ്, നമ്മൾ നമ്മൾ പിൻപറ്റുന്ന. ഇതൊരു പുതിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് ആവർത്തിക്കുന്നത് ചോദിച്ചാൽ, പല വിധത്തിലുള്ള ചിന്തകൾ ഞാൻ മുമ്പേ ദൈവശക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇമ്പാർട്ടേഷൻ എന്നുള്ളൊരു ചിന്ത ഇന്ന് വളരെ പ്രബലമാണ്. എന്നാൽ അതിന് ദൈവവചനത്തിൽ യാതൊരു അടിസ്ഥാനവും. ഇതുപോലെ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ പ്രബലമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ തന്നെ ആത്മനിറവിനെക്കുറിച്ച്, അന്യഭാഷയെക്കുറിച്ച്, പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, ദൈവകൃപയെക്കുറിച്ച് ഒക്കെയുള്ള ചിന്തകൾ പല നിലകളിൽ നമ്മെ സ്വാധീനിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പിതാക്കന്മാർ പിൻപറ്റിയ, നമ്മൾ കേട്ടും നമ്മൾ പഠിച്ചും നമ്മൾ നിലനിന്നതുമായ തിരുവഴുത്തിനെ ഒന്നുകൂടെ ആഴമായി ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും അതിനായി മനസ്സൊരുക്കത്തോടെ സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലയളവാണ് എന്നുള്ള കാര്യം നാം മറക്കരുത്. അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യക്ഷമായൊരു അടയാളമായിട്ടാണ് അവർ ഈ ആത്മനിറവ് പ്രാപിച്ചപ്പോൾ പ്രത്യക്ഷമായൊരു അടയാളമായിട്ടാണ് അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷയെക്കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം ഈ അനുഭവത്തെക്കുറിച്ച് തന്നെയാണ്. ധാരാളം ചിന്തകൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ അടുത്തിടെയായിട്ടുണ്ടായ ഒരു ചിന്ത അതിനോട് ബന്ധപ്പെടുത്തി പറയുന്നത്, തീയുടെ അഭിഷേകം എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അഗ്നിയുടെ അഭിഷേകം എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ അതിനവർ ഉദാഹരണമായി എടുക്കുന്ന അപ്പോസ്തല പ്രവൃത്തി നമ്മളിപ്പോൾ വായിച്ച വാക്യം തന്നെ അവർ ഉദാഹരണമായിട്ട് എടുക്കുന്നു. അങ്ങനെ അഗ്നിയുടെ ഒരു അഭിഷേകമുണ്ട് എന്നവർ വാദിക്കുന്നുണ്ട്. നൂതനമായ ഒരു ദൈവശാസ്ത്രം അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ അനുഭവം ഉണ്ടാകുമ്പോൾ അവരുടെ ദേഹത്ത് ചൂടുണ്ടാകുന്നെന്നോ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം അങ്ങനെയുള്ളതായ നിർവചനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
എന്നാൽ എന്താണ് വാസ്തവത്തിൽ? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവശക്തി എന്ന് പറയുന്നത് മനുഷ്യനെ അമാനുഷികമായൊരു നിലയിൽ എത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ക്ഷമിക്കുന്നതിലൂടെ, സഹിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, താണിരിക്കുന്നതിലൂടെ, താഴ്മയിലൂടെ വെളിപ്പെട്ട് വരുന്ന ദൈവശക്തി. അത് മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരതിനുപയോഗിക്കുന്ന ഒരു വാക്യം നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പലപ്പോഴും ദൈവവചനത്തിന്റെ സത്യങ്ങൾ യഥാർത്ഥമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ള ദൈവവചന പഠനമില്ലെന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിച്ച് ഒരു അധ്യായം മുഴുവനായി എടുത്ത് അല്ലെങ്കിൽ ഒരു പുസ്തകം മുഴുവനായിട്ടൊക്കെ ഒന്ന് പഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതിൻ്റെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 3-ാം അധ്യായത്തിലെ ഞാൻ ആ വാക്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവും തീയുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് തമ്മിലൊരു ഗ്യാപ്പുണ്ട്. നിങ്ങൾ ആ അധ്യായം പഠിച്ചു വരുമ്പോഴാണ് അറിയുന്നത് ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നൊരു കാര്യമല്ല. പരിശുദ്ധാത്മ സ്നാനമൊന്ന്, തീ കൊണ്ടുള്ളൊരു സ്നാനം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, മിക്ക ചിന്തകന്മാരും അതിനെക്കുറിച്ച് ആ അധ്യായത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായവിധിയെക്കുറിച്ചാണ്. ദൈവിക ന്യായവിധിയെക്കുറിച്ചാണ് തീ കൊണ്ടുള്ള സ്നാനം എന്നുദ്ദേശിക്കുന്നതെന്നാണ് അതിൻ്റെ ശരിയായ ഒരു വ്യാഖ്യാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഒറ്റവാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം ഇത് ഒരുമിച്ച് നടക്കുന്നൊരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആ അധ്യായം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ അതിന് മുൻപും പിൻപും ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള സൂചന കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും തമ്മിൽ വ്യത്യസ്തമായി നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അവസരത്തിൽ നമുക്ക് ആ ഭാഗം എടുക്കാം. അപ്പൊ ഇങ്ങനെ പലവിധ ചിന്തകൾ അന്യഭാഷയെക്കുറിച്ച് സുവിശേഷ വിവിധ സഭകളിൽ തന്നെ അവർ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുവാനുള്ള ഒരു അടയാളം, ആത്മനിറവിൻ്റെ ഒരു അടയാളമായിട്ടൊന്നും അവരതിനെ കാണുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് തന്നെ പലരും നിഷേധിക്കുന്നു. ഒരുവന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും ക്രിയ ചെയ്യുമ്പോൾ, വീണ്ടും ജന അനുഭവത്തിലേക്ക് അവൻ നയിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനിൽ കുടികൊള്ളുന്നു, ശാന്തമായി അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നിത്യാദിയുള്ള നിർവചനങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം വിഖരം കൂടാതെ പ്രസ്താവിക്കുവാനുള്ള 1-2 പ്രധാനപ്പെട്ട ചിന്തകന്മാരുടെ ആശയങ്ങൾ ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത്, കേൾവിക്കാർക്ക് സുഗ്രാഹ്യമാമിതം ആശയവിനിമയം നടത്തുവാനുള്ള അസാധാരണ കഴിവാണ് അന്യഭാഷ എന്നുള്ള നിർവചനം ചിലർ കൊടുക്കാറുണ്ട്. ദ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു സ്പീക്ക് ഇൻ റെക്കഗ്നൈസബിൾ ലാംഗ്വേജ് എന്നാണ് ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ആളതിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത്, അല്പപ്രേരിതവും സുഗ്രാഹ്യവുമായ വചന പ്രഘോഷണമാണ് അന്യഭാഷ. ഇൻസ്പയർഡ് ആൻഡ് ഇന്റലിജിബിൾ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. ഇങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ച ദൈവീയ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തെ അത് വിശ്വസിക്കുക മാത്രമല്ല അത് അനുഭവമാക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം വളരെ വ്യക്തമായി കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ അടയാളം എന്നുള്ളതിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമുക്കുണ്ടാകുന്ന മറ്റൊരു കാര്യം, ഭാഷാ വരത്തെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിവിധ ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാഷാ വരമെന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദാനമാണ്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ഗിഫ്റ്റുകളാണ്. നമുക്കറിയാം, ഭാഷാവരം, കൃപാവരം എല്ലാവർക്കും ലഭിക്കുന്നില്ല. കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ അത് ദൈവം താൻ ഇച്ഛിക്കും പോലെ അതാത് വരം ഓരോരുത്തർക്കും നൽകുന്നുവെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും പ്രവചിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത്, കൃപാവരങ്ങൾ ദൈവം ഇച്ഛിക്കുന്നതനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ദൈവം നൽകുന്നത്. അതിലൊരു വരമായിട്ട് ഭാഷാവരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു കൂട്ടർ പറയുന്നത്, ആ ഭാഷാവരമാണ് നമ്മൾ കാണുന്ന ഈ അന്യഭാഷ, അതുകൊണ്ട് അത് എല്ലാവർക്കും വേണമെന്നില്ല എന്ന് വാദിക്കുന്നവർ ഉണ്ട്. എന്നാൽ നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി ഓരോ അധ്യായം പഠിച്ചു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന അന്യഭാഷ എന്ന് പറയുന്നത് ഭാഷാവരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉപയോഗത്തിലും അതിൻ്റെ പ്രയോജനത്തിലും ഭാഷാവരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്
അന്യഭാഷയെന്ന് കാണുവാൻ കഴിയും നമ്മൾ വിശദമായി അത് പഠിക്കും. ഉപയോഗത്തിലൊരു പക്ഷേ അല്ലെങ്കിൽ കേൾവിയിൽ അത് ഒരുപോലെ തോന്നാമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ പ്രയോജനത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തിലൂടെ കൊരിന്ത്യലേഖനത്തിലൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആത്മനിറവിൻ്റെ പ്രത്യക്ഷ അടയാളമായി, പ്രഥമവും പ്രത്യക്ഷവും അടയാളമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നതാണ് ഈ അന്യഭാഷ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവർ കൂടിയിരുന്ന സ്ഥലം മുഴുവനും നിറച്ചു. ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അവരിൽ ഓരോരുത്തരുടെ മേലും അത് പതിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നിശ്ചയമായിട്ടും ഗലീലക്കാരായ പഠിപ്പില്ലാത്തവരായിരുന്ന ഈ ജനം, അവർ അറിയാത്ത ഭാഷകളിൽ, ഞാനവിടെ ഓർപ്പിച്ചല്ലോ, പ്രബലമായൊരു വാദം ഇതാണ്, അന്ന് സംസാരിച്ച ഭാഷകൾ മറ്റുള്ളവർക്ക് മനസ്സിലായി. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ 2-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് അത് മനസ്സിലായില്ല എന്നും കാണുവാൻ കഴിയുന്നുണ്ട്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അവരെ പരിഹസിച്ചു എന്ന് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം, അവർ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ ആ കൂടി വന്നവരുടെ ഭാഷകളും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്, ഇവിടെ മാത്രമേ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് ഗ്രഹിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. വേറെ പിന്നീട് നമ്മൾ വായിക്കുന്ന ഇതേ അനുഭവം ഉണ്ടായിടത്തൊന്നും അന്യഭാഷകളിൽ സംസാരിച്ചത് അവർക്ക് തിരിഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ദൈവവചനം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ആത്മനിറവിൻ്റെ പ്രത്യക്ഷ അടയാളമായി ദൈവം അവർക്ക് നൽകിയ ഭാഷകളിൽ അവർ സംസാരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഇന്നും ഈ അനുഭവം നിന്നു പോയിട്ടില്ല. ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങളിൽ വിശ്വസ്തരായി നാം പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന ദുരുപദേശങ്ങളിലൊന്നും പെട്ടുപോകാതെ, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ പുതുതലമുറയുടെ പലവിധമായ ചിന്താഗതികൾ പ്രബലമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ സത്യത്തെ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചന പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിലേറ്റവും അധികമായി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചതാണ്, ധ്യാനിച്ചതാണ് ദൈവശക്തിയുടെ പ്രയോജനം എന്താണ്. പലരും ചോദിക്കുന്നൊരു കാര്യം, അന്യഭാഷ കൊണ്ടെന്താണ് പ്രയോജനം? പരിശുദ്ധാത്മ നിറവുകൊണ്ടെന്താണ് പ്രയോജനം? നിശ്ചയമായിട്ടും ഇതിൻ്റെ മുന്നോട്ടുള്ള തിരുവെഴുത്തുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ, ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ ആത്മീയ അനുഭവങ്ങളെ വിലയിരുത്തുമ്പോൾ, ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു, അവർ കേവലം പഠിപ്പില്ലാത്തവരായിരുന്നു. ഈ 10-18 ദേശക്കാരും 10-15 ഭാഷകളും സംസാരിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവരുടെ ഭാഷകളിൽ അവർ സംസാരിച്ചത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുവാൻ അവർ പ്രാപ്തരല്ലായിരുന്നു. എന്നാൽ അവരെ അതിന് പ്രാപ്തരാക്കിയത് ദൈവം നൽകിയ പരിശുദ്ധാത്മശക്തിയാണ്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതിധൈര്യത്തോടെ പ്രതികൂല സാഹചര്യത്തിൽ അവർക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മ നിറവ് അവരുടെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ്. നിശ്ചയമായിട്ടും ഈ ആത്മനിറവിൻ്റെ അനുഭവം അവർക്ക് ഓരോ നിലകളിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കിയെന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിനെല്ലാം മുഖാന്തരമായി തീർന്നത് അവരുടെ ആഴമായ പ്രാർത്ഥനാ ജീവിതവും ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ടവർ കാത്തിരുന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ഈ അനുഭവമായിരുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് കഴിയും. മാനുഷികമായ ബുദ്ധിക്കപ്പുറത്തായി 4-ാം അധ്യായത്തിൽ ഒരു വാക്യോടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ എടുത്ത് ഇങ്ങനെ ഓർപ്പിക്കുന്നൊരു വാചകമുണ്ട്. അവർ പത്രോസിൻ്റെ വായിച്ചാട്ടെ, 4-ന്റെ-13-ാം വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു സാക്ഷ്യമാണ്. ഇവർ പഠിപ്പില്ലാത്തവരാണ്, സാമാന്യരുമായ മനുഷ്യരാണ്. ഇപ്പൊ നോക്കുക, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ അവരുടെ നാവുകളെ ശക്തീകരിച്ചതും അവരുടെ കൈയാൽ ദൈവം ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അവരിൽ കൂടെ ദൈവത്തിന്റെ കർത്താവിന്റെ സുവിശേഷം
അതിധൈര്യമായി യെരൂശലേമിലുള്ള പരീശന്മാരുടെയും പുരോഹിതവർഗത്തിൻ്റെയും ഒക്കെ മുമ്പാകെ നിന്നുകൊണ്ട് ഇത്ര സധൈര്യം യേശുവിനെ സാക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ അതിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസിന്റെ പ്രസംഗത്തിൽ അതിന് 4-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാവോ? ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ അവരോട് സധൈര്യം പറയുന്നൊരു വാചകം മാത്രം മതി അതിന് ഉദാഹരണമായിട്ട്. ആ ആ നിങ്ങൾ ക്രൂശിച്ചവനും. നോക്കുക, അതാണ് അവരുടെ ധൈര്യം. അവരുടെ മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവങ്ങളെ നോക്കിയേ, മഹാപുരോഹിതന്മാരോട്, ജനത്തിന്റെ പ്രമാണികളോടും മൂപ്പന്മാരോടും പറയാണ്, നിങ്ങൾ ക്രൂശിച്ചവനായ യേശു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ ധൈര്യം എവിടെ നിന്ന് അവർക്ക് കിട്ടി? പത്രോസിനെ നമുക്കറിയാം, ശിഷ്യന്മാരെ ഓരോരുത്തരെയും നമുക്കറിയാം. അവരുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ കർത്താവിനോട് ഒരുമിച്ച് നടന്ന സന്ദർഭങ്ങളിൽ പോലും അവർ ഭയവിഹ്വലരായി തീർന്ന സാഹചര്യങ്ങൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ സാമാന്യരായ മനുഷ്യരാണ്, പഠിപ്പില്ലാത്തവരാണ്. എന്നാൽ ദൈവശക്തി അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ സധൈര്യം മൂപ്പന്മാരോടും ജനത്തിന്റെ മൂപ്പന്മാരോട് മുഖത്തു നോക്കി, നിങ്ങൾ ക്രൂശിച്ചവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഈ ആമേൻ, ദൈവം അവനെ മരിച്ചവിടുന്ന് ഉയർപ്പിച്ചവനായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമായി എന്ന് സധൈര്യം പ്രസ്താവിപ്പാനുള്ള ബലം ദൈവം അവരുടെ മേൽ പകരുവാനിടയായി. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി ദൈവത്തിനടയ്ക്കാം. ഈ ആത്മശക്തി എന്തിന് നമ്മുടെ മേൽ പകർന്നു? ഈ അനുഭവങ്ങൾ എന്തിന് നമുക്ക് ഈ തലമുറയിൽ ദൈവം തന്നു? ദൈവമക്കളെ എങ്ങനെ നമ്മൾ പ്രാപിക്കുന്നു? എങ്ങനെ നമുക്ക് അനുഭവഭേദ്യമാകുന്നു? കുറുക്കുവഴികളൊന്നുമില്ല. ദൈവസന്നിധിയിൽ അഭയാചനയോടുകൂടെ, ദാഹത്തോടുകൂടെ, അതേ പ്രാർത്ഥനയോടുകൂടെ, അതേ ശുദ്ധീകരണത്തോടുകൂടെ അടുത്തു വരുമ്പോൾ ആത്മസ്നാപകൻ ദൈവമാണ്. ആ കർത്താവിന് മാത്രമേ നമ്മെ നിറയ്ക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ആത്മനിറവിലുള്ളൊരു ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കാലങ്ങൾക്കപ്പുറത്തെ കാലാതീതമായി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുക മാത്രമല്ല, തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഏതെല്ലാ നിലകളിൽ നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ നിറഞ്ഞു വരുന്നതാണ് വാസ്തവത്തിൽ നമ്മളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കേണ്ട ശുശ്രൂഷ. കേവലം നമ്മുടെ വാക്കുകളിൽ മാത്രം അത് ഒതുങ്ങുന്നതല്ല. നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തി ആ അനുഭവം നമ്മളിൽ നിറഞ്ഞു വരുന്നതാണ് അതേ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറേണ്ടത്. ദൈവമക്കളെ, അതിനായി നമ്മുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും ഒന്നുകൂടെ കർത്താവിനായി സമർപ്പിച്ച് ദൈവശക്തിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ തലമുറയിൽ നമ്മിൽ കൂടെയും ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മിൽ നിന്ന് പുറപ്പെടുന്നതാണ് വാസ്തവത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിനായി എന്നെ നിങ്ങളെ എല്ലാം കർത്താവ് കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ വണക്കി, കർത്താവെ, ഈ ശ്രേഷ്ഠകരമായ അനുഭവത്തിന് വേണ്ടി ദൈവം നമ്മെ വേർതിരിച്ചു എങ്കിൽ നിശ്ചയമായും അതിനുവേണ്ടിയുള്ള ഒരു വലിയ ദാഹം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരാത്മനിറവിൻ ജീവിതത്തിനായി നാം എപ്പോഴും ആഗ്രഹിക്കണം. ഒരു ദൈവിക നിയോഗത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. കേവലം ഒരു അമാനുഷികമായ അനുഭവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവന്റെ സന്നിധിയിൽ ഒന്നുകൂടെ വിനയപ്പെടുവാൻ, ഒന്നുകൂടെ താഴുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിച്ച് ദൈവശക്തിക്കായി കാത്തിരുന്ന് ആ ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള വാഞ്ച നമുക്കറിയാം. നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി ദൈവസന്നിധിയിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മറ്റൊന്നിനുമല്ല. അവർ ഈ ലോകത്തിന്റെ സമ്പത്തൊന്നുമല്ല അവർ സ്വപ്നം കണ്ടത്, മറിച്ച് കർത്താവേ, നിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ആവശ്യം. പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടി, അങ്ങേക്ക് പ്രസാദമുള്ളൊരു ജീവിതത്തിനു വേണ്ടി, നിത്യതയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, ആമേൻ ആമേൻ, എതിർപ്പുകൾ കടന്നു വരുമ്പോൾ സുവിശേഷത്തിനു വേണ്ടി സധൈര്യം നിലനിൽക്കുവാൻ വേണ്ടി അവർ ദൈവസന്നിധി താണിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കേണ്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു അതല്ലേ? ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകാം, അതേ ആമേൻ, നമ്മുടെ ഭൗതിക നിലകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നാൽ പോരാട്ടങ്ങൾ കുറയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്, ഭൗതിക നിലവാരങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ഒരു ദൈവവേദനുള്ള പോരാട്ടങ്ങൾ കുറഞ്ഞിട്ടില്ല. എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? കർത്താവേ, ഓരോ ദിവസവും ആ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവ ഉദ്ദേശത്തിലേക്ക് ഒരു പടിയുടെ അടുത്തിയെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവശക്തി കൂടിയേ തീരൂ എന്ന് ഹൃദയംഗമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, നീ എന്നെ അതിനായി പിന്നെ ഒരുക്കണമേ, നിന്റെ സന്നിധി താണിരുപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവെഴുത്തുകൾ നമ്മൾ ഗ്രഹിക്കും.
ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് അതേ വളർന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാള് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ.